SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. ഇന്നത്തെ SK ജംഗ്ഷനിൽ ഒരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കുടുംബശ്രീ വേറെ ലെവലാണ് എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ആക്ച്വലി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുടുംബശ്രീയുടെ മറ്റൊരു പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അറിയാത്ത കുറേയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറേയധികം പദ്ധതികളാൽ സമ്പന്നമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുടുംബശ്രീ. സോ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അറിയാനായിട്ട് പോകുന്നത്, KKEM എന്ന് പറയുന്ന പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. കേരള നോളജ് എക്കോണമി മിഷൻ. ശരിക്കും നമ്മുടെ KDISC, അതായത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ കീഴിൽ വരുന്ന കുറേയധികം പ്രൊജക്ടുകളിൽ ഒന്ന് മാത്രമാണ് KKEM എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സോ ഇന്ന് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം 2 പേര് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ SK ജംഗ്ഷനിൽ. സോ നമുക്ക് ആദ്യം തന്നെ ഇവരെ 2 പേരെയും പരിചയപ്പെടാം. പ്രീത KG മാം, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തായാലും പ്രീത മാമിനെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുകയാണെങ്കിൽ, നമ്മുടെ KKEM അതായത് കേരള നോളജ് എക്കോണമി മിഷന്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്, DPM ആണ്. സോ വീണ്ടും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് കേട്ടോ. താങ്ക് യു. ആൻഡ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന മറ്റൊരു ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ, ഉഷാദേവി, ജെൻഡർ DPM ആണ്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ 2 പേരും ഇന്ന് കുടുംബശ്രീയുടെ പദ്ധതികളെ പറ്റി കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അധികം വൈകാതെ തന്നെ, കുറച്ച് മുൻപേ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ KKEM അതായത് കേരള നോളജ് എക്കോണമി മിഷനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ അറിയാനായിട്ട് പോകുന്നത്. ശരിക്കും KDISC എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടുള്ള നമ്മുടെ ഷെൽട്ടർ, അതുപോലെ വായു, വെള്ളം, ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ജോലി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്. ആൻഡ് ആ ജോലി യുവാക്കൾക്ക് വളരെയധികം ഓൾമോസ്റ്റ് എല്ലാ കാലത്തും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? സോ അതിനൊരു സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന KDISCന്റെ പല പദ്ധതികളിലൂടെയും ഉദ്ദേശിക്കുന്നത്. സോ KKEM ബേസിക്കലി എന്താണ് മാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിലൂടെ? നോളജ് എക്കണോമി മിഷന്റെ പ്രൊജക്റ്റുകൾ അല്ലെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിജ്ഞാന സമൂഹമാക്കി മാറ്റുക, അതായത് നവകേരള വിജ്ഞാന സമൂഹമാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറഞ്ഞ പ്രൊജക്ട് തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് 18-നും 59-നും ഇടയിൽ പ്രായമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആയ ആർക്കും ഈ നോളജ് എക്കണോമി മിഷനിന്റെ DWMS എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ഈ പോർട്ടൽ വഴി നമുക്ക് ജോലി സാധ്യത ഉറപ്പാക്കാവുന്നതാണ്. അത് മാത്രമല്ല, നോളജ് മിഷനിലേക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നുള്ള അവരവരുടെ അഭിരുചിക്കും അവരുടെ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ജോലിയാണ് നോളജ് എക്കണോമി മിഷനിലൂടെ നമ്മൾ കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ വളരെ നല്ലൊരു ആശയമാണ് ആക്ച്വലി ഇതല്ലേ. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് KDISC വഴി അല്ലെങ്കിൽ KDISCന്റെ കീഴിലുള്ള മറ്റ് പ്രൊജക്ട്സ് വഴി ഡെഫിനറ്റ്ലി നമുക്കൊരു ജോലി സാധ്യത കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് ആക്ച്വലി ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ബേസിക് ആയിട്ടുള്ള മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ ഒരു KKEM-നെ പറ്റി പറയുകയാണെങ്കിൽ? ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം ഇത് തന്നെയാണ്. കേരളത്തിലെ നവകേരളം വിജ്ഞാന സമൂഹമാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയ തന്നെയാണ് നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. അതായത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് നമ്മുടെ സമൂഹത്തിന്, അതായത് 18-നും 59-നും ഇടയിൽ പ്രായമുള്ള ആർക്കും ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും തൊഴിലിലേക്ക് എത്തിക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് തന്നെയാണ്. അത് മാത്രമല്ല, സ്കില്ലിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നൈപുണ്യ വികസനം, അതായത് നൈപുണ്യ വികസനം നൽകി താല്പര്യമുള്ള ആൾക്കാർക്ക് നൈപുണ്യ വികസനവും കൂടി ഇത് ലക്ഷ്യമിടുന്നുണ്ട്. നൈസ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ KKEM എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിനെ പറ്റി കൂടുതൽ പറയും. പക്ഷേ അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത് പാട്ടുകളാണ് കേട്ടോ. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവല് തന്നെയാണ് കേട്ടോ. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ കുടുംബശ്രീ വേറെ ലെവൽ ആണ് എന്നുള്ള എപ്പിസോഡുകളിലെ പോലെ തന്നെ ഇന്നും നമ്മളൊരു കലക്കൻ പ്രോഗ്രാമിനെ പറ്റി തന്നെയാണ് അവെയർ ആവാനായിട്ട് പോകുന്നത്. സോ എക്സ്പെർട്സ് തന്നെയാണ് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് പരിചയപ്പെടുത്താൻ കൂടെയുള്ളത്. ഉഷ മാം ആൻഡ് പ്രീത മാം, 2 പേർക്കും വീണ്ടും സ്വാഗതം. അതുപോലെ നമ്മൾ എന്താണ് KKEM എന്നുള്ള പ്രൊജക്ട് പറഞ്ഞായിരുന്നു. ഓരോ വ്യക്തിക്കും, അതായത് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വ്യക്തിക്കും നല്ലൊരു
ജോലി അല്ലെങ്കിൽ അവരുടെ കരിയർ ഒന്ന് സെക്യൂർ ആക്കാൻ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, കുടുംബശ്രീ അതിനോടൊപ്പം തന്നെയുണ്ട്. നമുക്കറിയാം ഒന്നായി മുന്നേറാം എന്ന് പറയുന്ന കുടുംബശ്രീയുടെ ടാഗ് ലൈൻ എല്ലാ പ്രൊജക്ട്സിലൂടെയും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഒന്നായിട്ട് മുന്നേറാൻ പറ്റുന്ന മറ്റൊരു പ്രൊജക്ട് കൂടിയാണ് ഈ KKEM. സോ മാം, നമുക്കറിയാം നമ്മുടെ സർക്കാരിന്റെ പ്രോഗ്രാം ആണ് ആക്ച്വലി ഇത്. പക്ഷെ ഇതിൽ കുടുംബശ്രീക്കുള്ള പങ്ക് എത്രത്തോളമാണ്? നോളജ് എക്കണോമി മിഷന്റെ ഉപമിഷനായിട്ടാണ് കുടുംബശ്രീ വർക്ക് ചെയ്യുന്നത്. അതായത് 2021 നോളജ് എക്കണോമി മിഷന്റെ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇത് ഇംപ്ലിമെന്റിംഗ് സ്റ്റേജിൽ കുടുംബശ്രീ ആയിട്ട് സംയോജന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക്, ഏറ്റവും താഴ്ത്തട്ടിലേക്കുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാൻ കുടുംബശ്രീയേക്കാൾ ബെസ്റ്റ് വേറൊരു ചോയ്സ് തന്നെ അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നോളജ് എക്കണോമി മിഷൻ കുടുംബശ്രീ ആയിട്ട് സംയോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. നിലവിൽ ഇപ്പോഴും കുടുംബശ്രീയുടെ ഉള്ള കമ്മ്യൂണിറ്റി അംബാസഡർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം നോളജ് എക്കണോമി മിഷന്റെ താഴ്ത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബശ്രീയാണ് അവരെ സെലക്ട് ചെയ്യുന്നതും. അതേപോലെ തന്നെ കുടുംബശ്രീയിലെ CDSകളാണ് അവരുടെ മേൽനോട്ട നിർവഹണ ചുമതലകൾ ചെയ്യുന്നതും. അതേപോലെ തന്നെ കുടുംബശ്രീയുടെ നെറ്റ്വർക്കിംഗ് ആണ് നോളജ് എക്കണോമി മിഷൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ നെറ്റ്വർക്കിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ താഴ്ത്തട്ടിലേക്ക് എത്തിക്കുന്നതും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും കുടുംബശ്രീ തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇതിൽ പുതിയതായിട്ടൊരു കാര്യം കൂടി കേട്ടായിരുന്നു, കമ്മ്യൂണിറ്റി അംബാസഡർ CA അല്ലേ? സോ അവരെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. കാരണം അവർ ചെറിയ പുള്ളികളല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അംബാസഡർമാരുടെ ഡ്യൂട്ടീസും. സോ ഡെഫിനറ്റ്ലി നമ്മൾ അറിയുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ കേൾക്കാൻ റെഡി ആയിക്കോളൂ. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അന്ന ആൻഡ് നമ്മോടൊപ്പം ഇന്ന് KKEM എന്ന് പറയുന്ന പ്രൊജക്ടിനെ പരിചയപ്പെടുത്താൻ കൂടെ തന്നെയുള്ളത് KKEMന്റെ DPM പ്രീത KG മാം ആൻഡ് നമ്മോടൊപ്പം ജെൻഡർ DPM ഉഷ മാമും കൂടെയുണ്ട്. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ആൻഡ് ഇന്ന് SK ജംഗ്ഷനിലൂടെ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇതാ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് KDISCന്റെ പല പ്രോഗ്രാംസിൽ ഒന്നായിട്ടുള്ള KKEM, അതായത് കേരള നോളജ് എക്കോണമി മിഷൻ എന്ന് പറയുന്ന പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് ആക്ച്വലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മോടൊപ്പം KKEMന്റെ DPM ആയിട്ടുള്ള പ്രീത മാം കൂടെയുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ DPM ആയിട്ടുള്ള ഉഷ മാമും കൂടെ തന്നെയുണ്ട്. സോ പ്രീത മാം, നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി അംബാസഡർ എന്ന് പറയുന്ന ഒരു പദവിയെ പറ്റി, CA. ശരിക്കും കമ്മ്യൂണിറ്റി അംബാസഡർമാരെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കമ്മ്യൂണിറ്റി അംബാസഡർമാരാണ് നിലവിൽ നമ്മുടെ ജില്ലയിൽ നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കമ്മ്യൂണിറ്റി അംബാസഡർമാർ തന്നെയാണ്. കുടുംബശ്രീയുടെ CDS സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ്. ഈ നിർദ്ദിഷ്ട യോഗ്യതയ്ക്ക് അനുസരിച്ച്, അതായത് ഒരു ബിരുദമാണ് കമ്മ്യൂണിറ്റി അംബാസഡറുടെ യോഗ്യത. ബിരുദം മാത്രമല്ല, അവർക്ക് പ്രായോഗികമായിട്ടുള്ള കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതും അതിനകത്തൊരു അടിസ്ഥാന യോഗ്യതയാണ്. 18-നും 35-നും വയസ്സിനിടയിൽ പ്രായമുള്ള വനിതകളെയാണ് കമ്മ്യൂണിറ്റി അംബാസഡർമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുക്കുന്നത് ഓരോ CDSലെയും CDS കമ്മിറ്റി അംഗീകരിച്ചാണ് കമ്മ്യൂണിറ്റി അംബാസഡറെ ജില്ലയിലേക്ക് നിയമന ഉത്തരവായിട്ട് അയക്കുന്നത്. അതിനുശേഷം ജില്ലാ മിഷനുകളിൽ നമ്മൾ കമ്മ്യൂണിറ്റി അംബാസഡർമാരായിട്ട് അവർക്ക് നിയമനം കൊടുക്കും അല്ലേ? ഓക്കെ. എന്തായാലും ഈ കമ്മ്യൂണിറ്റി അംബാസഡറിന്റെ ഡ്യൂട്ടി ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഈ ഒരു പ്രോസസ്സിൽ അല്ലേ? അതെ. കാരണം ഏതൊക്കെ തരത്തിലാണ് ഡ്യൂട്ടീസ് വരുന്നത്? തൊഴിലന്വേഷകരിലേക്ക് ആദ്യം എത്തുക എന്നുള്ളത് ഒരു ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റി അംബാസഡറാണ്. അപ്പോൾ തൊഴിലന്വേഷകരെ കണ്ടെത്തുക, നമ്മുടെ പ്രദേശത്തുള്ള തൊഴിലന്വേഷകരെ കണ്ടെത്തുക, അവരെ തൊഴിലേക്ക് എത്തിക്കുന്നവരെയുള്ള സപ്പോർട്ട് കൊടുക്കുക. അതായത് ഞാൻ നേരത്തെയും പറഞ്ഞു, നമുക്കൊരു DWMS എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ജോബ് പോർട്ടലായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തൊഴിലന്വേഷകരും തൊഴിൽദാതാക്കളും ഉണ്ടാകും. ഇവരുടെ തമ്മിലുള്ള കണക്ഷൻ പോയിന്റാണ് ഈ DWMS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇത് പരിചയപ്പെടുത്തുക, ഇത് നമ്മുടെ തൊഴിലന്വേഷകർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, രജിസ്ട്രേഷൻ സപ്പോർട്ട് കൊടുക്കുക. ഈ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊണ്ട് കമ്മ്യൂണിറ്റി അംബാസഡർ ഡ്യൂട്ടി തീരുമല്ല, തുടങ്ങുകയാണ്. അപ്പോൾ അതായത് ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുക, അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഈ DWMS പ്ലാറ്റ്ഫോമിൽ ഒരുപാട്, ഞാൻ വഴിയെ പറയാം, കാരണം ഒരുപാട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതായത് തൊഴിലന്വേഷകർക്ക് പറ്റി അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്താനുള്ള സംഭവങ്ങളുണ്ട്. മാത്രമല്ല സ്കില്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഇവരെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് ചെയ്യുക. ഇവരെ ജോബ് സീക്കർ എന്ന് പരിഗണിച്ചുകൊണ്ട്
പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടാക്കി അതിനകത്തേക്ക് നോട്ടിഫിക്കേഷൻസ്, ഒഴിവുകൾ, വേക്കൻസികളൊക്കെ വരുന്നത് റിപ്പോർട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഇവരെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് ചെയ്ത് ജോലിയിലേക്ക് ഒരു ജോബ് ഡ്രൈവ് അല്ലെങ്കിൽ ജോബ് ഫെയർ വരെ ഇവരെ എത്തിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വളരെ വലിയൊരു ഡ്യൂട്ടിയാണ് കമ്മ്യൂണിറ്റി അംബാസഡർമാരെ നിലവിൽ ചെയ്തു വരുന്നത്. ഓക്കെ, നൈസ്. ശരിക്കും എനിക്ക് ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടി വളർന്നു വരുന്ന ആ കുട്ടിയെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് അയക്കുന്നു, അത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോളേജിലേക്ക് അയക്കുന്നു, അവസാനം ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് എത്തുന്നത് വരെ ആ പാരന്റിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ ഒരു ഡ്യൂട്ടിയാണ് ആക്ച്വലി കമ്മ്യൂണിറ്റി അംബാസഡർമാർ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ 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 കാരണം നമ്മുടെ അവര് കഷ്ടപ്പെടുന്നത് ശരിക്കും നോളജ് എക്കണോമിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം, തൊഴിൽ ആവശ്യം ഉള്ള ആൾക്കാർക്ക് എല്ലാവരെയും തൊഴിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് അതിന്റെ എൻഡിങ് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നവരെ നമ്മളുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിൽ ആക്ച്വലി KKEMന്റെ ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അംബാസഡേഴ്സ് എന്ന് പറയുന്നത്. സോ അവരെ പറ്റിയിട്ടാണ് നമ്മൾ അറിഞ്ഞത്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസും നമ്മൾ സംസാരിച്ചു. പക്ഷേ കുറച്ച് മുൻപേ നമ്മുടെ പ്രീത മാമിന്റെ സംസാരത്തിൽ വന്നായിരുന്നു DWMS പോർട്ടലിനെ പറ്റിയിട്ട്. സോ ആ പോർട്ടൽ എന്താണ്, എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് വരാൻ പോകുന്നത് എന്താണ്? ഓഫ് കോഴ്സ് പാട്ടുകൾ തന്നെയാണ്. കേട്ടോണ്ടേയിരിക്കൂ. SK ജംഗ്ഷനിൽ കുടുംബശ്രീ വേറെ ലെവലാണ്. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം ഒന്നായി മുന്നേറാം എന്നുള്ള ആപ്തവാക്യവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ധീര വനിതകൾ തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യാനുണ്ട്. പുതിയ പുതിയ പദ്ധതികളിലൂടെ നമ്മൾ ആക്ച്വലി ആ ഒരു ആപ്തവാക്യം പോലെ തന്നെ ഒന്നായി മുന്നേറാം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന കുറെ അധികം പദ്ധതികളുടെ മേൽനോട്ടം ഉള്ളത് നമ്മുടെ കുടുംബശ്രീക്ക് തന്നെയാണ്. സോ ഇന്ന് KKEM എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ആവട്ടെ നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച് നേടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കരിയർ സെക്യൂർ ചെയ്യുന്നതിൽ ഒരു ജോലിക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതിനൊരു അവസരം ഉണ്ടാക്കി തരുകയാണ് ആക്ച്വലി നമ്മുടെ സർക്കാർ. KDSKന്റെ കുറെ അധികം പ്രോഗ്രാംസിൽ ഒന്നായിട്ടുള്ള KKEMനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. സോ നമ്മോടൊപ്പം 2 പേരാണ് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത്. KKEM DPM ആയിട്ടുള്ള പ്രീത മാം ആൻഡ് നമ്മുടെ ജെൻഡർ DPM ഉഷ മാം. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് മുൻപേ നമ്മൾ കമ്മ്യൂണിറ്റി അംബാസഡർമാരുടെ കാര്യം പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചായിരുന്നു DWMS പോർട്ടലിനെ പറ്റി. ശരിക്കും കമ്മ്യൂണിറ്റി അംബാസഡറിന്റെ ജോലി ഈ ഒരു ഭാഗത്താണ് ആക്ച്വലി വരുന്നത്, അല്ലേ? അവരെ കണ്ടുപിടിച്ച് അവർക്ക് ഏത് ജോലിക്കാണ് അവർ യോഗ്യതയുള്ളത് എന്ന് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഡ്യൂട്ടി അവർക്കാണ്. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷന്റെ പ്രോസസ്സിലും അവർക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം, അല്ലെ? അവരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ഈ DWMS പോർട്ടൽ എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എങ്ങനെയാണ്, കൂടെ ഇത് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും നമുക്കറിയണം. DWMS പോർട്ടല് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അത് തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ജോബ് പോർട്ടൽ രീതി തന്നെയാണ് ഇത് വർക്ക് ചെയ്ത് പോകുന്നത്. അതായത് അതിൽ നിലവിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈ DWMS എന്ന് പറയുന്ന പോർട്ടലിൽ 92,948 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100,000-ത്തിനടുത്ത ആൾക്കാർ തൊഴിലിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ മുഴുവൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിന് മുന്നേ നടന്ന സർവേകൾ, എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന് പറയുന്ന സർവേകൾ, അതിനുശേഷം കമ്മ്യൂണിറ്റി അംബാസഡർമാർ വന്ന ശേഷം അവരാണ് തൊഴിലന്വേഷകർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത്രയധികം പേര് നമ്മുടെ പോർട്ടലിൽ രജിസ്ട്രേഷൻ. ഈ ഞാൻ കോട്ടയം ജില്ലയുടെ മാത്രം കണക്കാണ് പറഞ്ഞത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പം അതിനകത്ത് ഏകദേശം ഒരു 18,00,000-ത്തിലധികം ആൾക്കാർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് മൊത്തം ജില്ലകളിൽ നോക്കുവാണെങ്കിൽ. അപ്പം ഇത്രയധികം തൊഴിലന്വേഷകർ നമ്മുടെ അടുത്തുള്ളപ്പം ഇവർക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടി തൊഴിൽദാതാക്കൾക്കും രജിസ്റ്റർ ചെയ്യാം. തൊഴിൽദാതാക്കൾ എന്ന് പറയുമ്പോൾ തൊഴിൽ കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ, അവരെയാണ് നമ്മൾ തൊഴിൽദാതാക്കൾ എന്ന് പറയുന്നതല്ലോ. ഈ തൊഴിൽദാതാക്കളും തൊഴിലന്വേഷകരും തമ്മിൽ ഉള്ള കണക്ഷൻ വരുന്നത് ഈ DWMS-ൽ. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ അയാളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് താല്പര്യമുള്ള ജോലി, അയാൾക്ക് പ്രൊഫൈൽ മാച്ച് ചെയ്യുന്ന ജോലി അതിനകത്ത് ഒരുപാട് ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് കൃത്യമായി അത് കണ്ടെത്തി അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല അതിനകത്ത് നിലവിൽ സ്കില്ലിംഗ് പ്രോഗ്രാമുകളുമുണ്ട്. അതായത് DWMS-നകത്ത് കൊടുക്കുന്ന ക്യൂറേഷൻ സർവീസ് സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതായത് കൗൺസിലിംഗ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് സൈക്കോമെട്രിക് ടെസ്റ്റുകളും വർക്ക് റെഡിനെസ് പ്രോഗ്രാമുകൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. അത് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന
ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നിലവിൽ നിന്ന് നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും DWMSന്റെ സേവനങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒന്നാണ് WRP എന്ന് ഷോർട്ട് നെയിമിൽ പറയുന്ന വർക്ക് റെഡിനെസ് പ്രോഗ്രാമുകളും, അതേപോലെ തന്നെ അതിനകത്ത് PDT പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഏതൊരു ഉദ്യോഗാർത്ഥിക്ക് വേണമെങ്കിലും ആ സ്ലോട്ട് നമ്മുടെ സൗകര്യാർത്ഥം ഏത് സമയത്താണോ വേണ്ടത് ആ സമയത്ത് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് ഒരു 1.5 hour ഉള്ളൊരു സെഷൻ PDT പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു റോബോട്ടിക് ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന കുറേ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ റോബോട്ടിക് ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിന് ഈ കാര്യങ്ങൾ ഒരു റോബോട്ടിൻ ഇന്റർവ്യൂ മോഡലിൽ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് നമ്മുടെ തന്നെ വീഡിയോ റെക്കോർഡാവും. അപ്പോൾ ആക്ച്വലി നമുക്കത് കണ്ട് കുറച്ച് ചോദ്യങ്ങൾ വരും, അതിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിക്കാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡിംഗ് വീഡിയോ സഹിതം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. ഇതൊക്കെ DWMSലുള്ള സേവനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഇംഗ്ലീഷ് സ്കോർ ടെസ്റ്റ് ഉണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ കാലയളവ് വരെ നമ്മളത് ഫ്രീ ആയിട്ട് 1 time ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. താൽക്കാലികമായിട്ട് ആ ഓപ്ഷനിൽ ഇപ്പം നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം അത് ഇനിയിപ്പോൾ അപ്രൂവലിന് ശേഷം മാത്രമായിരിക്കും അത് ഓപ്ഷൻ ഓൺ ആവുന്നത്. പിന്നെ അതിനകത്ത് തന്നെ സ്കില്ലിംഗ് പ്രോഗ്രാമുകളുണ്ട്. ഒരുപാട് സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ അതിനകത്തുണ്ട്. അത് പെയ്ഡുണ്ട്, അല്ലാണ്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാമുകളും ഈ DWMSന്റെ സേവനങ്ങളിൽ ഉൾപ്പെട്ട തന്നെയാണ്. ഓക്കെ, നൈസ്. DWMSും ആള് പുലിയാണെന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. അതെ അതെ അതെ, നമുക്ക് അതിന് ആ സംഭവങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവരിലേക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി അംബാസഡർ എന്ന് പറയുന്ന സിസ്റ്റം നിലവിൽ നമുക്കുള്ളത്. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ജെൻഡർ DPM ഒന്നും പറഞ്ഞില്ലല്ലോ, വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സ്നേഹിതയുടെ കുറച്ചധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എന്ന് നമ്മൾ വഴി അറിയുന്നുണ്ട്. പക്ഷെ പാട്ടുകളാണ് കേട്ടോ അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം ആൻഡ് കൂടെയുള്ള തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം കുടുംബശ്രീയുടെ കുറേയധികം, എസ്പെഷ്യലി നമ്മുടെ സ്നേഹിത, അതുപോലെ തന്നെ KDESC ഇത്തരത്തിലുള്ള പദ്ധതികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് നേരമായിട്ട് നമ്മുടെ ഇടയിൽ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു സ്വരം ഉറക്കെ കേൾക്കും. എന്താണ് പറയാനുള്ളതെന്ന് ഡെഫിനറ്റ്ലി നമ്മൾ അറിയും. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ ജെൻഡർ DPMനെ കുറിച്ചിട്ടാണ്. ഉഷ മാം ആക്ച്വലി സ്നേഹിത എന്നുള്ള ഒരു പ്രൊജക്ട് എന്താണെന്ന് കഴിഞ്ഞ കുടുംബശ്രീയുടെ എപ്പിസോഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും കേട്ടു, അറിഞ്ഞു. പക്ഷേ സ്നേഹിതനെ പറ്റി ഒരു പുതിയ അപ്ഡേറ്റ് മാമിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സോ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് സ്നേഹിതയുടെ പോലീസ് സ്റ്റേഷനുകളിലുള്ള എക്സ്റ്റൻഷൻ സെന്റേഴ്സിനെ പറ്റി. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഉഷ മാമിനെ ക്ഷണിക്കുകയാണ്. മാം, എന്താണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ കുടുംബശ്രീ മിഷനും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും ചേർന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ DYSP ഓഫീസുകളിലും സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെൻ്ററുകളാണ് മാർച്ച് 15-ാം തീയതി 4:30 ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ 5 DYSP ഓഫീസുകളിലും നമ്മുടെ എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ DYSP ഓഫീസുകളിൽ അല്ലെ ACP ഓഫീസുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾക്ക് മാനസിക പിന്തുണയും അതിൻ്റെ ഒരു ഫോളോ അപ്പുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടുള്ള നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ്, നമ്മൾ സ്നേഹിതയിലെ ജെൻഡറിൻ്റെ പ്രവർത്തനങ്ങളെ ഫീൽഡ് തലത്തിൽ എത്തിക്കുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സാണ്. കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള അവബോധ പരിശീലനങ്ങൾ കൊടുക്കുക, പ്രശ്നങ്ങളുമായിട്ട് എത്തുന്നവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക, അധികമായിട്ടുള്ള പ്രൊഫഷണൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് സ്നേഹിതയിലെത്തിക്കുക, അതുപോലെ വിവിധ ആവശ്യങ്ങളുമായിട്ട് വരുന്നില്ല, നിയമസേവനം വേണം, മറ്റു പോലീസ് സ്റ്റേഷൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവരെ ആ രീതിയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രധാന ജോലികളാണ് കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വളരെ പ്രൊഫഷണലായിട്ടുള്ള, അതായത് കൗൺസിലിംഗ് യോഗ്യതയുള്ള കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സിനെ ഇവരിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവർ നിയമിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന കേസുകളിൽ ഇവർ മാനസിക പിന്തുണ ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ഫോളോ അപ്പ്,
അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ വിവിധ തരത്തിലുള്ള ഫീൽഡ് വർക്ക് പ്രവർത്തനങ്ങളാണെങ്കിൽ അത്തരത്തിൽ ചെയ്തു കൊടുക്കുന്ന വലിയൊരു സംവിധാനം നമ്മുടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുള്ളത്. വാവ്, ഗ്രേറ്റ്. ആക്ച്വലി നമ്മുടെ ഉഷ മാം എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറയുമ്പോഴും ഞാൻ ആക്ച്വലി സ്നേഹിതയെ തന്നെയാട്ടോ ഫോക്കസ് ചെയ്തത്. ശരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെ, നമ്മുടെ ഒരു കൂട്ടുകാരി, അങ്ങനെ തന്നെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ഒബ്ജക്റ്റീവ്സും മാം പറഞ്ഞത്. നമ്മുടെ കൂട്ടുകാർ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും, അത് മെന്റലി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു തൂണായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പില്ലർ പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കൂട്ടുകാർ. അതുപോലെ തന്നെയാണ് സ്നേഹിതയുടെ ഓരോ പ്രോഗ്രാംസും. ശരിക്കും ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയായിരുന്നു നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ ഹാപ്പി കേരളം എന്ന് പറയുന്ന പദ്ധതി. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം വീടുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അത് എല്ലാ സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരിലേക്കും ആ ഒരു സന്തോഷത്തിൻ്റെ കണിക എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് കുടുംബശ്രീ അങ്ങനെ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മുടെ സ്നേഹിതയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എക്സ്റ്റൻഷൻ സെന്റേഴ്സും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വേറെ ലെവലാവാൻ പോവുകയാണ് കുടുംബശ്രീ എന്നുള്ളതിൻ്റെ ഒരു തുടക്കം മാത്രമല്ല, ഇതിങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. നമ്മൾ എപ്പോഴും കുടുംബശ്രീയുടെ ആ ഒരു ടാഗ് ലൈൻ തന്നെ വീണ്ടും എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒന്നായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും ഒരുപോലെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ എത്തുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു വിശ്രമം ഉണ്ടാവുള്ളൂ അല്ലേ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുപോലെ അതേത് പറഞ്ഞ് സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി പോകുന്നത് ഒരു പാട്ടിലേക്കാണ്. സമ്മതമാണോ? യെസ്. ഓക്കെ, സോ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം മാത്രമാണ് ഇനി KKEMനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതും അതുപോലെ കുടുംബശ്രീയുടെ തന്നെ മറ്റ് പദ്ധതികളെ പറ്റി അറിയാനായിട്ട് പോകുന്നതും. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മൾ ഇന്ന് കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളിൽ തന്നെയാണ് നമ്മൾ ഇന്നുള്ളത് കേട്ടോ. സോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഒക്കെ ഞാൻ കൂടെയുണ്ട്. പക്ഷേ എന്നോടൊപ്പം 2 എക്സ്പേർട്സ് തന്നെയാണ് ഈ പദ്ധതികളെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനും ഒപ്പം എത്തിയിട്ടുള്ളത്. നമ്മോടൊപ്പം ജെൻഡർ DPM ആയിട്ടുള്ള ഉഷ മാമും KKEM DPM ആയിട്ടുള്ള പ്രീത മാമും കൂടെ തന്നെയുണ്ട്. സോ നമ്മൾ വീണ്ടും ഉഷ മാമിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. നമ്മുടെ കുടുംബശ്രീയുടെ കായികപരമായിട്ടുള്ള ഒരു പുതിയ പദ്ധതിയെ പറ്റി നമ്മൾ അറിഞ്ഞു. ആക്ച്വലി എന്താണത്, സ്പോർട്സ് മീറ്റിനെ പറ്റി? കുടുംബശ്രീയുടെ കോട്ടയം ജില്ലാ മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുതിയ പ്രപ്പോസലാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കായിക പരിപാടി. അപ്പം നമ്മൾ അതിന് പേരിട്ടിരിക്കുന്ന ഏലൈസ എന്നുള്ള പേരിലാണ്. അപ്പം സ്ത്രീകൾക്ക് ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, കായിക വിനോദങ്ങളിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ പഴയകാല കളികളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന കളികൾ, ഉദാഹരണം കല്ലുകളി, അക്കുകളി, കിളിത്തട്ടുകളി, അതുപോലെ ഓലമെടയൽ. അപ്പം നമ്മൾ ഈ ഒരു 15 ഇനം മത്സരങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓട്ടം, നടത്തം, അങ്ങനെയുള്ള ട്രാക്കായിട്ടുള്ള ഫീൽഡ് തലത്തിലുള്ള മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ ഫണ്ണി ഗെയിംസ്, അതുപോലെ കാർഷിക മത്സരങ്ങൾ. അപ്പം അതിൽ ഓട്ടം, നടത്തം, അതുപോലെ തന്നെ ബാസ്ക്കറ്റിങ്, അതുപോലെ റിലേ, അത്തരത്തിലുള്ള മത്സരങ്ങൾ CDS ലെവലിലും CDS ലെവലിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും നടത്തുക. അതുപോലെ ആ കൂടെ തന്നെ ഫണ്ണി ഗെയിംസ്. നമുക്കറിയാം കുടുംബശ്രീയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള പ്രായപരിധി ഇല്ലാത്ത ആളുകൾ നമ്മളോടൊപ്പം വനിതകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാനും ഒരു സന്തോഷം, ഒരു കൂട്ടായ്മ ഉണർത്താനും വേണ്ടിയിട്ടാണ് നമ്മളതിനെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മത്സരങ്ങളെയാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫണ്ണി ഗെയിംസ് കല്ലുകളി, അക്കുകളി, ഈർക്കിലി കളി, അതുപോലെ തന്നെ കിളിത്തട്ടുകളി, അതുപോലെ വെള്ളം നിറയ്ക്കൽ, നാരങ്ങ സ്പൂണ്, സുന്ദരിക്കൊരു പൊട്ടുകുത്ത്, അത്തരത്തിലുള്ള മത്സരങ്ങൾ. അതായത് പ്രായമായിട്ടുള്ള ആളുകൾക്കും ഇതിലേക്ക് ഉൾപ്പെടാവുന്ന തരത്തിലുള്ള മത്സരങ്ങൾ. ചെറിയൊരു ഓണക്കാലം ഫീൽ വരും, ഓണക്കാലത്തിൻ്റെ ഒരു ഫീല്, ഒരു വടംവലി മത്സരം ഉൾപ്പെടെ. അപ്പോൾ അത് നമ്മുടെ ജില്ല തയ്യാറാക്കിയ പ്രപ്പോസലായിരുന്നു. സ്റ്റേറ്റ് മിഷൻ അത് അംഗീകരിച്ച് നമുക്ക് തന്നു. നമ്മൾ ഒരു 78 CDSകളിലും CDS തലത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ വളരെ ആവേശത്തോടു കൂടി പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും അത് ഏറ്റെടുക്കുകയും അത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബ്ലോക്ക് ലെവൽ മത്സരങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുള്ള ആളുകളെ ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിപ്പിക്കുക. അതൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, കാരണം വിന്നേഴ്സ് ആണല്ലോ വരുന്നത്. അതുകൊണ്ട്
അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതെ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കൂളുകളിലെ കായിക അധ്യാപകരെ ഇതിൻ്റെ റഫറികളായിട്ട് അല്ലെങ്കിൽ ജഡ്ജസായിട്ട് CDSൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ വളരെ ആഘോഷത്തോടു കൂടി എല്ലാവർക്കും സന്തോഷിക്കാനും ഒരു കായിക പരിപാടിയിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ എപ്പോഴും സ്പോർട്സിൽ വരുമ്പം നമ്മൾക്കതിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ള അത്തരത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ കൂടുതൽ ആളുകളെ അതിന് പ്രോത്സാഹിപ്പിക്കുക, കായിക പരിപാടിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഐറ്റം നമുക്ക് CDS ലെവലിൽ ഒരു ചിലപ്പോൾ ഫുട്ബോളാകാം, ചെസ്സാകാം, അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ ടീമിനെ സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടെ നമ്മൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ CDS ലെവലിൽ ഏകദേശം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത തലം എന്ന് പറയുന്നത് ബ്ലോക്ക് തലം, പിന്നെ ജില്ലാതലം. അപ്പം അങ്ങനെയുള്ള വലിയൊരു മത്സര പരിപാടി, മത്സരത്തിനേക്കാൾ ഉപരി ഒരു കൂട്ടായ്മ, സന്തോഷം, മനസ്സ് തുറന്ന് ആസ്വദിക്കാൻ. ഇപ്പൊ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ ഒരു ആഘോഷമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരി, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ആക്ച്വലി എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഓരോ മത്സരത്തിന്റെയും ഫീഡ്ബാക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു, അതുപോലെ എല്ലാവരും മത്സരിക്കാനായിട്ട് ധൈര്യപൂർവ്വം കടന്നു വരുന്നുണ്ട് അല്ലേ? ഉണ്ട് ധൈര്യപൂർവ്വം വരുന്നുണ്ട്. അപ്പൊ അത് ഒരാൾക്ക് 3 മത്സരമേ പാടും. അപ്പൊ നമുക്ക് മത്സരമാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 3 പറ്റുള്ളൂ എന്ന് പറയുമ്പോഴും അവിടെ അതല്ല, ഞങ്ങൾക്കിതിൽ മത്സരമല്ല, ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം. കാരണം നമ്മൾ പണ്ടെപ്പോഴോ കളിച്ചിട്ടുള്ളതായിരിക്കും കല്ലുകളി, അക്കുകളിയൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ, ഈർക്കിലുകളിയൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കളിക്കാനും, ഇപ്പോൾ പ്രായമായവരാണെങ്കിൽ വളരെ ആവശ്യത്തോടെയാണ് ഓലമെടയുന്നത്, തേങ്ങ പൊതിക്കുക മത്സരം, അങ്ങനെയുള്ള മത്സരങ്ങളിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ഒരു ടീമും അതോടൊപ്പം തന്നെ 45 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീമും. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 18 മുതൽ 45 വയസ്സ് വരെയുള്ള കുടുംബശ്രീ അംഗങ്ങളും നമുക്കിപ്പോൾ യുവതികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു ഓക്സിലറി ഗ്രൂപ്പ് സംവിധാനം നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അംഗങ്ങൾക്കും പങ്കെടുക്കാം. ആ രീതിയിലുള്ളതും പിന്നെ അതിന് മേളിലുള്ള 45-ന് മേളിലുള്ളവരുടെ ഒരു ടീമും, അങ്ങനെ 2 ഏജ് കാറ്റഗറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓരോ ഗെയിംസിന്റെ കാര്യം പറയുമ്പോഴും ഞാൻ വെക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, സ്കൂൾ വെക്കേഷൻസും. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഗ്രഹാതുര സ്മരണകളിലേക്ക് ഓടി പോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സോ ഈ മത്സരങ്ങളുടെയൊക്കെ സമയം എപ്പോഴായിരിക്കും? ബ്ലോക്ക് മത്സരങ്ങൾ എന്തായാലും ഫസ്റ്റ് ലെവൽ കഴിഞ്ഞായിരുന്നല്ലോ. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു തിരക്കല്ല, മാർച്ചിൻ്റെ ഒരു തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോയമ്പിൻ്റെ കാലമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഏപ്രിൽ ആദ്യം ബ്ലോക്ക് തലവും ജില്ലാതലവും എന്നുള്ള രീതിയിലേക്ക്. ശരിക്കും സമ്മർ വെക്കേഷൻ കുട്ടികളുടെ ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു സമയം തന്നെ അമ്മമാരും അടിച്ചു പൊളിക്കാനായിട്ട് പോവാണെന്ന് ചുരുക്കം. സൂപ്പർ. എല്ലാവരും വളരെ സ്വീകാര്യതയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ 1-2 പഞ്ചായത്തുകൾ ഇതിന് വേണ്ടിയിട്ട് അടുത്ത വർഷം സ്പോർട്സ് മീറ്റ് നടത്താനുള്ള ഫണ്ട് വരെ മാറ്റിവെക്കാന്നുള്ള ഉറപ്പ് ഉദ്ഘാടന സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൈസ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ALSക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഒരു അടിപൊളി പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷമാണ് ഇനി നമ്മൾ KKEMനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളിലൂടെയാണ് ആക്ച്വലി കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും കുറച്ച് മുൻപ് കുടുംബശ്രീ മിഷന്റെ ALS സ്പോർട്സ് മീറ്റിനെ പറ്റി കേട്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും തിരിച്ച് KKEMനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് 2 എക്സ്പേർട്സ് തന്നെയാണ്. ജെൻഡർ DPM ഉഷ മാം ആൻഡ് KKEM DPM പ്രീത മാം. സോ മാം, കുറച്ച് മുൻപേ നമ്മൾ തൊഴിലിനെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിനെപ്പോലെ തന്നെ ഒരു റിഫ്രഷ്മെന്റ് പോലെ നമ്മൾ കുടുംബശ്രീ മിഷന്റെ അല്ലെങ്കിൽ സ്നേഹിതയുടെ പുതിയ പ്രൊജക്ട്സിനെ പറ്റി സംസാരിച്ചു. ആൻഡ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആക്ച്വലി നമ്മളെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യം തന്നെയാണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നതും. ഈ ഒരു പ്രൊജക്റ്റിന് എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ടായിരുന്നു? ആക്ച്വലി എത്ര പേർക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ തൊഴിലവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ആക്ച്വലി 100,000-ലധികം പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നൈപുണ്യ വികസന ഒരുപാട് മേഖലകളിൽ, അതായത് ഒരുപാട് പഞ്ചായത്തുകൾ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ നൈപുണ്യ വികസനം സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതികളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബെനിഫിഷ്യറി ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇതിന് കീഴിലുള്ള സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത വർഷം കൂടുതൽ ഫണ്ടുകളും കാര്യങ്ങളും നോളജ് എക്കണോമിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാമെന്നൊരു ഉറപ്പും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു സക്സസ് പ്രോഗ്രാം തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ KKM, അതായത് കേരള നോളജ് എക്കണോമി മിഷന്റെ ഒരു ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം. സോ വിജ്ഞാന കേരളത്തെ പറ്റി കൂടുതൽ ഒന്ന് പറയാമോ മാം? വിജ്ഞാന കേരളത്തിന്റെ അഡ്വൈസറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് മുൻ മന്ത്രിയായിരുന്നുള്ള TM തോമസ് ഐസക് സാറാണ്. അദ്ദേഹമാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ അഡ്വൈസറായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ തന്നെ നേതൃസ്ഥാനം അദ്ദേഹം വരുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊരു ജനകീയ ക്യാമ്പയിനായി മാറുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെ ഇല്ല. അതുമാത്രമല്ല, ജനകീയ ക്യാമ്പയിൻ പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വകുപ്പുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സംയോജന പ്രവർത്തനമായിട്ട് മാത്രമല്ല കുടുംബശ്രീ ഉണ്ട്, കിലയുണ്ട്, ഇതെല്ലാം സമ്പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി ഈ ക്യാമ്പയിനൊപ്പം നിൽക്കുന്നുണ്ട്. നോളജ് എക്കണോമി മിഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നതെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സംയോജന പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനവും അതേപോലെ തന്നെ അഭ്യാസ വിദ്യാർത്ഥി തൊഴിലും ആയിട്ട് ജില്ലയിൽ വിജ്ഞാന കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മൾ കോട്ടയം ജില്ലയുടെ കാര്യം പറയുവാണെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് ഈ ക്യാമ്പയിൻ. കാരണം ഇത് സന്നദ്ധ പ്രവർത്തകരാണ് കൂടുതലും വിജ്ഞാന ക്യാമ്പയിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത്. കാരണം നിലവിൽ നമ്മൾ ട്രെയിൻ ചെയ്ത ജില്ലയിൽ ഒരു 360 പേര് സന്നദ്ധ പ്രവർത്തകർക്ക് നമ്മൾ റിസോഴ്സ് പേഴ്സൺമാരായിട്ട് ട്രെയിനിങ് കൊടുത്ത് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു 86 പേര് സാക്ഷരതാ പ്രേരകന്മാരുണ്ട്, 78 കമ്മ്യൂണിറ്റി അംബാസഡർമാരുണ്ട്, 78 CDS ചെയർപേഴ്സൺമാരുണ്ട്, അതേപോലെ തന്നെ 18ഓളം മാസ്റ്റർ ട്രെയിനേഴ്സ് ഉണ്ട്. കിലയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമും ഇതിനു വേണ്ടി അണിനിരക്കുന്നുണ്ട്. അതേപോലെ ഇനി നമുക്ക് SI പ്രൊമോട്ടർമാർ, ST പ്രൊമോട്ടർമാർ, അങ്ങനെയുള്ള ആൾക്കാർക്കും വിജ്ഞാന കേരളത്തിൻ്റെ ട്രെയിനിങ് നമ്മൾ നൽകുകയാണ്. അപ്പം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് എത്തിക്കഴിഞ്ഞു. ഇനി ബ്ലോക്കുകളിലെ പരിശീലനങ്ങൾ കൊടുക്കും. പരിശീലനങ്ങൾ കൊടുത്ത് ഇവരെ സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റിയിട്ട് ഇവരെ മുന്നിൽ നിർത്തിയാണ് നമ്മൾ ഈ ക്യാമ്പയിന് ചുക്കാൻ പിടിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി അംബാസഡർമാർ മാത്രം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിരുന്ന സ്ഥാനത്ത് ഇപ്പം ഇത്രയും സന്നദ്ധ പ്രവർത്തകർ വരുവാണ്. അഭ്യസ്ത വിദ്യരെ കണ്ടെത്താനും അവരെ തൊഴിലേക്ക് എത്തിക്കാനും വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് തൊഴിൽമേളകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ജോബ് ഫെയറുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് വലിയൊരു മാറ്റം തന്നെ നമ്മൾ ഇത് വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നൊരു ക്യാമ്പയിൻ തന്നെയാണ് വിജ്ഞാന കേരളം. അപ്പോൾ വിജ്ഞാന കോട്ടയം നമുക്ക് ഭാവിയിൽ എന്തായാലും നമുക്ക് പറയേണ്ടി വരും. അതെ, വിജ്ഞാന കോട്ടയത്തിൽ നമ്മളൊരു വലിയ മുന്നേറ്റം തന്നെ ഇതിന് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയധികം സന്നദ്ധ പ്രവർത്തകർ, കാരണം ഓണറേറിയം അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാണ്ടാണ് ഇവരെല്ലാവരും വരുന്നത്. കാരണം ഇവർ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഒരു വിജ്ഞാന സമ്പദ്ഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ ഒരു നോളജ് മിഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെല്ലാവരും ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും സന്നദ്ധ പ്രവർത്തകർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊഴിലന്വേഷകരെ മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ജനകീയ ക്യാമ്പയിൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ വരെയുള്ള പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും എല്ലാം നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇനി ബ്ലോക്ക് തല പരിശീലനങ്ങളിലേക്കാണ് ജനകീയ ക്യാമ്പയിൻ ഇപ്പോൾ കോട്ടയം ജില്ല മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് തലത്തിൽ നല്ല സന്നദ്ധ പ്രവർത്തകരെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ബ്ലോക്ക് തല പരിശീലനങ്ങൾ സംഘടിപ്പിക്കും. ഒരു വാർഡിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരായിട്ട് വരുന്ന 5ഓളം പേര് നമ്മളൊരു സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി ഓരോ പഞ്ചായത്തിലും അവരുടെ വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കും. 2 ഹാഫ് ഡേ പരിശീലനമായിരിക്കും സംഘടിപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഓരോ പഞ്ചായത്തിലുള്ള തൊഴിലന്വേഷകരുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. DWMS എന്ന് പറഞ്ഞ പോർട്ടലിലുണ്ട്. ഇത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ജോബ് സീക്കേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട് തൊഴിലന്വേഷിക്കുന്ന ചെയ്യും. അവരെ നമ്മൾ വരുന്ന തൊഴിൽമേളകളെന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു തൊഴിൽമേളകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ചെറിയ ജോബ് ഡ്രൈവുകൾ കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് വിജ്ഞാന ആലപ്പുഴയിൽ വലിയൊരു മെഗാ ജോബ് ഫെയർ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അതിനുശേഷം ഈ ഏപ്രിൽ വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വിർച്വൽ ജോബ് ഫെയർ എന്ന് പറഞ്ഞൊരു പുതിയ ആശയങ്ങളിലേക്ക് നോളജ് മിഷൻ ചുവടുവെച്ചിട്ടുണ്ട്. ഈ വിർച്വൽ ജോബ് ഫെയർ എന്ന് പറയുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂകളാണ്. അതായത് നമ്മുടെ ജില്ലകളിൽ നിന്നും വലിയ മെഗാ ജോബ് ഫെയറുകൾ തൊട്ടടുത്ത ജില്ലകളിൽ വരുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും.
അപ്പോൾ ഇത്രയും ദൂരം നമ്മുടെ കാൻഡിഡേറ്റ്സിന് യാത്ര ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ സജീവമായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നോളജ് മിഷൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം സപ്പോർട്ടോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വളരെ ഫോണൊക്കെ നമുക്കതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള നെറ്റ് കണക്ഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ തന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പം അതിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിർച്വൽ ഇൻ്റർവ്യൂ നമ്മൾ കോട്ടയത്ത് നടക്കുന്നത് ഈ പ്രാവശ്യം RIT പാമ്പാടിയിലാണ്. RIT പാമ്പാടിയിൽ വരുന്ന മാർച്ച് 22-ാം തീയതി RIT പാമ്പാടിയിൽ വെച്ച് വിർച്വൽ ജോബ് ഫെയർ നടക്കുകയാണ്. പ്രത്യേകമായിട്ട് പറയാനുള്ള ഡിപ്ലോമ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിപ്ലോമ കാൻഡിഡേറ്റ്സും ഇന്ന് തന്നെ നിങ്ങളുടെ DWMS പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ID യും ഉണ്ടാകും. ലോഗിൻ ID യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം വിജ്ഞാന കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന വിർച്വൽ ജോബ് ഫെയറിൻ്റെ വേക്കൻസികളും അതിനകത്തുള്ള എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അയക്കണം. ഇന്ന് തന്നെ എന്തായാലും ഇനിയൊരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല. 22-നാണ് രാവിലെ 8:30 തന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാരണം അപ്ലൈഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ വിർച്വൽ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാ അറിയിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിലും നിങ്ങൾ ഒട്ടും പാഴാക്കണ്ട. ഇന്ന് തന്നെ ഇപ്പോൾ ആപ്ലിക്കേഷനൊക്കെ അയക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട, നേരെ തൊട്ടടുത്തുള്ള സീരീസ് ഓഫീസിലേക്ക്, കുടുംബശ്രീയുടെ ഓഫീസിലേക്ക് എത്തുക. കമ്മ്യൂണിറ്റി അംബാസഡർ തെരഞ്ഞു പിടിച്ചോ. അതല്ല അവരെ കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്ക് കണക്ട് ചെയ്യുക. വിർച്വൽ ജോബ് ഫെയറുമായി സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഒട്ടും മറക്കണ്ട, വിർച്വൽ ജോബ് ഫെയർ മാർച്ച് 22-നാണ് രാവിലെ 8:30 കൃത്യം RIT പാമ്പാടിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. വിർച്വൽ ജോബ് ഫെയറിൽ പങ്കാളികളാവണം, ജോലി കിട്ടണം. അതന്നെയാണ് നമ്മുടെ ആഗ്രഹം. ശരിക്കും നമ്മുടെ വിജ്ഞാന കേരളത്തിന്റെ ജനകീയ ക്യാമ്പയിൻ തൊട്ട് ഈ വിർച്വൽ ജോബ് ഫെയർ ആക്ച്വലി 22-ാം തീയതി നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടക്കുന്ന ഡിപ്ലോമക്കാരുടെ ജോബ് ഫെയർ അല്ലേ? ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനുള്ള സ്പെഷ്യൽ ഡ്രൈവാണ്. അതെ അതെ അതെ, അത് മിസ് ചെയ്യരുത് എന്ന് മാത്രം തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ തുടക്കത്തിലെ സംസാരിച്ച പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് ഓരോരുത്തർക്കും ജോലി എന്ന് പറയുന്നത്. സോ അതിനുള്ള ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയും നമ്മളായിട്ട് വേസ്റ്റ് ചെയ്യരുത്. അറിഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ. പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ഇനി കേട്ടുമുട്ടാനായിട്ട് പോകുന്നത്. കേട്ടോണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. So once again, welcome back to SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് കൂടെയുള്ളത് RJ അന്നയാണ് കേട്ടോ. ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിച്ചത് മുഴുവൻ നമ്മുടെ കുടുംബശ്രീയുടെ പല രീതിയിലുള്ള നമുക്ക് ഏവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളെ പറ്റിയിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചത് KKEM, അതായത് കേരള നോളജ് എക്കോണമി മിഷനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. നമ്മുടെ KDISCന് കീഴിൽ വരുന്ന കുറേയധികം പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് KKEM എന്ന് പറയുന്നത്. സോ കുറച്ച് മുൻപേ നമ്മൾ ഈ 22-ാം തീയതി വിർച്വൽ ജോബ് ഫെയർ, സ്പെഷ്യലി ഡിപ്ലോമക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ വിർച്വൽ ജോബ് ഫെയർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് DWMS പോർട്ടൽ വഴി ആക്ച്വലി എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇനി അറിയാനായിട്ട് പോകുന്നത്. സോ പ്രീത മാം, എങ്ങനെ നമുക്ക് DWMS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം? ഓക്കെ, DWMS പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തൊരാൾക്ക് നേരെ ലോഗിൻ ചെയ്യാം. ജസ്റ്റ് എങ്ങനെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞ ഒരു +2 അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ നേരെ നിങ്ങൾ ഗൂഗിളിലെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ DWMS കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ കയറി ഫോൺ നമ്പറും ഇമെയിൽ ID ഇത് 2 സാധനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. രജിസ്റ്റർ ഹിയർ കൊടുത്ത് നേരെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. രജിസ്റ്റർ ചെയ്ത ശേഷം അതിനകത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യങ്ങളും നിങ്ങളുടെ മറ്റു സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അഭിരുചികളടക്കം ചോദിക്കും. ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ. ഇതല്ലാണ്ട് പ്ലേ സ്റ്റോറിലല്ലാണ്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ബ്രൗസ് ചെയ്തിട്ടാണെങ്കിലും DWMS ലോഗിൻ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. അതിനകത്ത് രജിസ്റ്റർ ചെയ്തും നമുക്ക് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണ് വെർച്വൽ ജോബ് ഫെയറിന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ DWMS ആപ്ലിക്കേഷനോ ലോഗിൻ ചെയ്ത ശേഷം അതായത് മാച്ചിങ് ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ടാവും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ വ്യൂ ജോബ് ഫെയർസ് എന്ന് പറഞ്ഞിട്ട്, അതായത് അപ്കമിങ് ജോബ് ഫെയറുകളെല്ലാം അതിനകത്ത് കാണിക്കും. ഇപ്പം നിലവിൽ എത്ര ജോബ് ഫെയറുകൾ അപ്കമിങ് ആയിട്ടുണ്ട്, അപ്പോൾ അതിൽ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. മാർച്ച് 22-നാണ് നമ്മുടെ വിർച്വൽ ജോബ് ഫെയർ നടക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിൽ എടുക്കുക വിജ്ഞാന കേരളം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിജ്ഞാന കേരളം ഓപ്പൺ ആയിട്ട് വരും. വിജ്ഞാന കേരളത്തിൽ വിർച്വൽ ജോബ് ഫെയർ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്വിക്ക് അപ്ലൈ, അത്രേ ഉള്ളൂ. സെലക്ട് ഏതാണോ ജോബ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോബ് ഏതാണോ ആ ജോബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ജോബ് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതായത് എന്താണ് ആ ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ, എന്ത് വേണം, എവിടെയാണ് ലൊക്കേഷൻ, എവിടെയായിരിക്കും, എന്താണ് അതിൻ്റെ സാലറി പാക്കേജ്, എന്താണ് ആ ജോലിയുടെ മറ്റ് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയ ശേഷം നേരെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൻ്റെ താഴെ ഗ്രീൻ കളറിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ജീവിതം മാറും. അതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും 10ാം ക്ലാസ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ആണ് ജീവിതത്തിൻ്റെ, അതുപോലെ +2 എത്തുമ്പോഴും പറയാറുണ്ട് ടേണിംഗ് പോയിന്റ് ആണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു വിർച്വൽ ജോബ് ഫെയർ ഡിപ്ലോമക്കാരുടെ ടേണിംഗ് പോയിന്റ് ആവാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി കേട്ടോ. സോ ആലോചിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ SK ജംഗ്ഷനിൽ നിന്ന് പതുക്കെ ടാറ്റാ ബൈ ബൈ പറയാണ്. പക്ഷെ ഞാൻ ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സോ ഇന്ന് നമ്മൾ ഈ 2 മണിക്കൂർ സമയം എന്ത് വേഗം പോയെന്ന് ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തപ്പോൾ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓഹോ, നമ്മൾ വളരെ കൂളായിട്ട്, വളരെ ഹാപ്പി ആയിട്ടാണ് വളരെ സംസാരിച്ച്, വളരെ സാവധാനം സംസാരിച്ചു പോയി. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഡെഫിനറ്റ്ലി നമ്മുടെ നാടിനെല്ലാവർക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. സോ ഇതിലാർക്കും മനസ്സിലായില്ല എന്ന് ഇനി പറയരുത് കേട്ടോ. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു ഹെൽപ്പ് ഡെസ്കുമായിട്ട് നമ്മൾ SK ജംഗ്ഷനിലൂടെ ഈ പ്രോഗ്രാമും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെയും വിശ്വാസം. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മോടൊപ്പം KKEM-നെ പറ്റിയും അതുപോലെ തന്നെ സ്നേഹിതയെ പറ്റിയും കുടുംബശ്രീ മിഷന്റെ പല വിധത്തിലുള്ള പദ്ധതികളെ പറ്റിയിട്ടും ഒരുപാട് അവയർനെസ് തരാൻ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത് 2 എക്സ്പേർട്സ് തന്നെയാണ്. KKEM ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ പ്രീത KG ആൻഡ് ജെൻഡർ DPM ഉഷാദേവി. ഇവർ 2 പേരെടുത്ത് ഒരുപോലെ താങ്ക്സ് പറയാണ്. ഇത്രയും നേരം നിങ്ങൾ നമ്മോടൊപ്പം ചെലവഴിച്ചതിനും അതുപോലെ ഇത്രയും ടൈം എടുത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ഞങ്ങളും ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങൾക്കും ഇതൊക്കെ പറയാനും ഇതും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി തന്നെയാണ്. അതിന് ഏത് വഴികളിലൂടെയും സാധ്യമാവുന്ന രീതികളെല്ലാം ഞങ്ങൾ ഉപയോഗിക്കും. അതിനൊരു അവസരം തന്നതിന് സർഗക്ഷേത്രയോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും SK ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ വിഷമിക്കരുത്, കലക്കൻ പരിപാടികൾ ഇസ് ഓൺ ദി വേ. കീപ് ഓൺ ലിസണിംഗ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് RJ അന്ന. 89.6 FM സർഗക്ഷേത്ര.